ഒരാഴ്ച കൊണ്ട് എങ്ങനെ പെട്ടെന്ന് കിട്ടാൻ എളുപ്പമല്ല, പക്ഷെ പെട്ടെന്ന് കിട്ടാൻ എളുപ്പമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് എങ്ങനെ 1000 സബ്സ്ക്രൈബറിനെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാം നമ്മുടെ ചാനലിൽ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആളെന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ചാനൽ തുടങ്ങിയത് 2025 ജൂലൈ 9 ഇപ്പോൾ നിൽക്കുന്നത് 2026 ജനുവരി 22 ഇന്നത്തെ തീയതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചാനലിൽ ഏകദേശം 16,000 സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത്രയും സബ്സ്ക്രൈബറിനെ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ 1000 സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും പെട്ടെന്ന് കിട്ടാൻ എളുപ്പമല്ല, പക്ഷെ പെട്ടെന്ന് കിട്ടാൻ എളുപ്പമാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിടുന്ന വീഡിയോ പോലെയും അതുപോലെ തന്നെ നമ്മളിടുന്ന കണ്ടന്റ് എങ്ങനെയാണോ, അതിടുന്ന തംബ്നെയിൽ എങ്ങനെയാണോ, അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണോ, അതുപോലെ ഇരിക്കും നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ കയറുന്നതും എല്ലാ കാര്യങ്ങളും. ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കാം എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നത്, എങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബറിനെ പെട്ടെന്ന് കൊണ്ടുവരാമെന്ന്. പക്ഷെ നമ്മളിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനെക്കുറിച്ചാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് വീഡിയോ ഇടാനുള്ളത്, അതുപോലെ തന്നെ വീഡിയോ എങ്ങനെ ഇട്ടാൽ വീഡിയോ പെട്ടെന്ന് റീച്ച് ആവും, നമ്മുടെ ചാനലിൽ എങ്ങനെ നമുക്ക് ഫോളോവേഴ്സിനെ കൊണ്ടുവരാമെന്ന്. പക്ഷേ ഞാൻ ഇട്ടിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത ഇങ്ങനത്തെ രീതി കാരണമാണ് എൻ്റെ ചാനൽ കയറിയതെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ കയറുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. നമ്മളിടുന്ന ഷോർട്ട് വീഡിയോയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ കയറത്തുള്ളൂ. അല്ലാതെ നമ്മൾ കയ്യിൽ കിട്ടുന്നത് മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ അങ്ങനെ കയറത്തില്ല. ഒരാഴ്ച കൊണ്ട് എങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബറിനെ വേഗത്തിൽ നമുക്ക് കൊണ്ടുവരാമെന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നല്ല കണ്ടന്റ് ഇടുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നല്ല കണ്ടന്റ് ഇട്ടാൽ മാത്രം മതിയോ? കണ്ടന്റ് എന്ന് പറയുന്നത് വീഡിയോക്കുള്ളിലല്ലേ വരുന്നത്. നമ്മൾ വീഡിയോ ഒരാൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. ഒരു വ്യക്തി നമ്മളെ ഇടുന്ന വീഡിയോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് നല്ല രീതിയിലുള്ള ഒരു തംബ്നെയിൽ കൊടുക്കുക. നല്ല രീതിയിലുള്ള തംബ്നെയിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ ചാനൽ ആളുകൾ ക്ലിക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. നമ്മളിടുന്ന വീഡിയോ ആളുകൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നല്ല എഡിറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ തംബ്നെയിൽ സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ആളുകൾ ക്ലിക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാനുള്ളത്? നല്ല രീതിയിൽ തംബ്നെയിൽ എഡിറ്റ് ചെയ്തിടുക കേട്ടോ. എന്ന് പറഞ്ഞാൽ ആളുകൾ ക്ലിക്ക് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള തംബ്നെയിലുള്ള ഫോട്ടോസ് ആണ് നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിന് കൊടുക്കാൻ വേണ്ടി. പിന്നെ ചെയ്യേണ്ട പ്രധാന ഘടകമാണ് ടൈറ്റിൽ കൊടുക്കുക എന്ന് പറയുന്നത്. ടൈറ്റിൽ കൊടുക്കാതെ കിടക്കുന്ന വീഡിയോസും ചിലത് ഹിറ്റ് ആയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന വീഡിയോയിൽ അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സംഭവം നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ അതിന്റെ ഒരു ടൈറ്റിലായിരിക്കും കൊടുക്കുന്നതെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. കാരണം ആ ടൈറ്റിൽ കണ്ട് നമ്മളെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നവരും അനേകം പേരുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് വീഡിയോ കണ്ടിന്യൂസേഷൻ ആയിട്ട് ഇടാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു വീഡിയോ ഒരു മാസം ഇട്ട് അടുത്ത മാസം ആകട്ടെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. വേഗത്തിൽ സബ്സ്ക്രൈബറെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ചാനലിൽ നല്ല നല്ല കണ്ടന്റ് ഇട്ട് പെട്ടെന്ന് വേഗത്തിൽ നമ്മുടെ ചാനൽ ഗ്രോ ആക്കി വരണമെങ്കിൽ ഡെയിലി വീഡിയോസ് ഇട്ടാൽ മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ: നല്ല തംബ്നെയിൽ ഇടുക, നല്ല കണ്ടന്റ് ഇടുക, അതുപോലെ തന്നെ നല്ല ടൈറ്റിൽ കൊടുക്കുക. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും വീഡിയോ ഇടുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസ് കണ്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ കയറത്തുള്ളൂ കേട്ടോ. എന്റെ ചാനൽ എങ്ങനെ സബ്സ്ക്രൈബർ കയറിയതെന്ന് ഞാൻ അതും കൂടെ പറഞ്ഞു തരാം. ഞാൻ ആദ്യം ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് നമ്മൾ പോകുന്ന ഫിഷിങ്ങിന്റെ വീഡിയോസും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെയാണ് നമ്മുടെ ചാനൽ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ 100 വീഡിയോ ഇട്ടു, പക്ഷെ നമ്മുടെ ചാനൽ ഏകദേശം 600 സബ്സ്ക്രൈബർ വന്നിട്ടുള്ളൂ. അതിനടുത്ത് നമ്മളിടുന്ന ചാനലിൽ അതിലങ്ങനെ വലിയ കണ്ടന്റ് ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു ചേട്ടന്റെ അഭിപ്രായ പ്രകാരം നമ്മുടെ ചാനൽ ഒരു 50 വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റ് ബേസ് ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് ഒരു 5ാമത്തെ വീഡിയോ ആയപ്പോൾ ആ വീഡിയോ ഏകദേശം 20 ലക്ഷം പേര് കണ്ടു. അതിൽ നിന്നാണ് നമ്മുടെ ചാനൽ ഏകദേശം 16,000 അടുപ്പിച്ച് സബ്സ്ക്രൈബർ കയറിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഇടുന്ന ചിലപ്പോൾ ഒരു 10 വീഡിയോ ഇടുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഒരാഴ്ച 7 വീഡിയോ ഇടുമ്പോൾ അതിൽ നല്ല കണ്ടന്റ് ചെയ്ത ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് ആ വീഡിയോ ഹിറ്റ് ആവും. ആ വീഡിയോ കാരണം നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബർ കയറും, നിങ്ങളുടെ ചാനൽ റീച്ച് ആവും. അപ്പോൾ ഞാനെന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ അതാണ് ഞാൻ ട്രൈ ചെയ്തത്. നിങ്ങളും ട്രൈ ചെയ്താൽ നടക്കണം എന്ന് 100% ഞാൻ പറയത്തില്ല. കാരണം നമ്മളിടുന്ന വീഡിയോ കണ്ടന്റ് പോലെ ഇരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ കയറുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത ട്രിപ്പ് ആൻഡ് ട്രിക്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ വിജയിച്ചോ ഇല്ലേ എന്നും കൂടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടാൽ വലിയ ഉപകാരമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ആ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ വരുന്നതിന് അതിനൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.